ആ പിന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞതേ ഇന്നലെ സീനത്ത് വിളിച്ചിരുന്നു. ഓക്കിപ്പോൾ കാര്യങ്ങൾ പറയാൻ ആങ്ങളാരായിട്ട് നമ്മൾ രണ്ടാളും തന്നെയല്ലേ ഉള്ളൂ. അളിയ മരിച്ചിട്ട് ഇപ്പോൾ 9 കൊല്ലം കഴിഞ്ഞു. ഓക്ക് ആ വീട് പണി തീർത്തിട്ട് എത്രയും പെട്ടെന്ന് കയറിയിരിക്കണം എന്നുണ്ട്. എത്രയെന്ന് വിചാരിച്ചിട്ട് ആ 2 കുട്ടികളായിട്ട് വാടക വീട്ടിൽ താമസിക്കുക. പെട്ടെന്നാട് കയറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ആക്കാം? ഇനിയും കുറച്ചുകൂടി പണി ബാക്കിയില്ലേ? അതെ, അത് പറയാൻ തന്നെ ഞാൻ വന്നത്. സ്ഥലം വാങ്ങലും പെരപ്പണി എടുപ്പിക്കലും എല്ലാം കൂടെ ആയിട്ടേ ഞാനിപ്പോൾ ഒരു സംഖ്യ കടത്തിലാണ്. ഓരോ കാരണം പറഞ്ഞ് ഇതുവരെ 5 പൈസ ഇമ്മക്ക് ഇറക്കിയിട്ടില്ല. അൻ്റെയും കൂടി പെങ്ങളല്ലത്. കാക്ക നിങ്ങൾക്ക് അറിയണല്ലേ, ഫാമിലി ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ നല്ല ചെലവാ. പിന്നെ കുട്ടികളെ പഠിപ്പും ഫ്ലാറ്റിന്റെ വാടകയൊക്കെ പാടെ ഞാൻ ഒരുവിധം ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുപോവാണ്. എന്നുവെച്ചൊരു പണി ചെയ്യും. ഇപ്പോൾ പെരപ്പണിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ലോക്കും പ്ലംബിങ്ങിൻ്റെ സാധനം എല്ലാം കൂടി വാങ്ങിയിട്ട് ഞാനവിടെ അയക്കാം. ആ കുടിയിരിക്കലിനുള്ള സാധനം വാങ്ങിയത് അയക്കാൻ നോക്ക്. ഇപ്പത്തെ അവസ്ഥയില് ഏതായാലും ഞാൻ നോക്കട്ടെ. ഈ 2 പെട്ടിയാണ് കേട്ടോ വിടാനുള്ളത്. ആയിക്കോട്ടെ. എന്തൊക്കെ ഇതിലുള്ളത്? അത് പെങ്ങളെ വീട് പണിക്കുള്ള കുറച്ച് സാധനം. ഞാൻ ശരിക്കും പാക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാം കൂടി വാരി വലിച്ചിട്ടുണ്ട് കൊണ്ടുവന്നേക്കാം. അതിന് നിങ്ങൾ ബേജാറാവണ്ട. ഞങ്ങളെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റാ. നിങ്ങളെ സാധനങ്ങൾ വീട്ടിലെത്തണവരെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ്. കാരണം ഞങ്ങൾ ടൈം എക്സ്പ്രസ് ഡയറക്റ്റ് ഡെലിവറിയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ വേറെ മിഡിൽ ഏജന്റുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് പെട്ടെന്ന് സാധനങ്ങൾ എത്തും. അത് മാത്രല്ല കേട്ടോ, ഇപ്പൊ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറും കൂടി നടക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം. അതിനല്ലേ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നേ. ഞാൻ മുമ്പ് ഷാർജയിൽ ഉണ്ടായപ്പോഴും നിങ്ങളെ ഈ ടൈം എക്സ്പ്രസ് തന്നെയാണ് സാധനങ്ങളൊക്കെ അയച്ചിരുന്നത്. ഷാർജയിൽ മാത്രമല്ല, ഞങ്ങൾ ഈ എം ഗ്രൂപ്പിന്റെ കീഴിലെ UAE 16 ഔട്ട്ലെറ്റുകളുണ്ട്. 29 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാ ഇതാണ് അഡ്രസ്സ്. ഈ അഡ്രസ്സിൽ 2 ആഴ്ച മുമ്പ് ഇവിടുന്ന് സാധനങ്ങൾ വിട്ടിട്ടുണ്ടല്ലോ. ആര്? ഒരു ജാഫർ കാരിപ്പറമ്പത്ത്. ആ, അതിന്റെ അനിയനാ. അത് ഓന്റെ വീട്ടിലേക്കായിരിക്കും. ഈ തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പ് മൂപ്പരെടുത്തുക്കണു അല്ലേ? തന്നെ? അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളും അവന്റെ ജ്യേഷ്ഠനായിട്ട് അപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലല്ലേ? ബന്ധത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബാധ്യതകളൊക്കെ എന്നും എൻ്റെ തലയിലാണ്. ചെറുപ്പത്തിൽ ബാപ്പ മരിച്ചോണ്ടേ മൂത്ത മോനുള്ള നിലയ്ക്ക് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എനിക്കായിരുന്നേ. അല്ല, അത് പിന്നെ അങ്ങനെ ആണല്ലോ. കുട്ടിക്കാലം യൗവനൊക്കെ ആസ്വദിക്കേണ്ട സമയത്ത് വലിയൊരു ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. ബാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് ഇവലൊക്കെ നോക്കി വളർത്തി ഒരു നിലക്കെത്തിച്ചാൽ പിന്നെ എനിക്കൊരു വിശ്രമം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അതൊക്കെ വെറുതെ. ആ, പെങ്ങളെ വീട് പണിക്കുള്ള സാധനങ്ങളായിരിക്കും അല്ലേ? നിങ്ങളെ കാക്ക അപ്പൊ സാധനങ്ങൾ തന്നിട്ടാണ് പോയിട്ടുള്ളൂ. അല്ല, ഇതിന്റെ ഭാര്യ വീട്ടുകാ.